ഒരു ഗെയിം സെഗ്മെന്റിലേക്ക് പോവാം. ഇത് ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമാണ്. ഇത് ഗെയിം എന്ന് പറയുമെങ്കിലും ഇതൊരു ഓർമ്മപ്പെടുത്തലുകളുടെ ഒരു സെഗ്മെന്റ് ആണ്. ഓർമ്മയുണ്ടോ ഈ മുഖം, അതാണ് ഈ സെഗ്മെന്റിന്റെ പേര്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം വരുന്ന മുഖം ഏതാണെന്ന് നോക്കാം. യെസ്, ആനി ചേച്ചി. ആനി ചേച്ചി മുഖം കാണുമ്പോൾ മനസ്സിൽ എന്താണ് ആദ്യം ഓർമ്മ വരുന്നത്? ആനിയുടെ മുഖം കാണുമ്പോൾ എനിക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്നത് ആനീസ് കിച്ചൺ ആണോ? അല്ലല്ല, എൻ്റെ മോനെ ചെറിയ ആളെ ഗർഭിണിയായ സമയത്ത് അവനൊരു 7 മാസം ഉണ്ടാവും. അതിൽ വിനയേട്ടൻ്റെ ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ ആനി അഭിനയിക്കുന്നുണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ചൂട് തീരെ താങ്ങാനേ പറ്റില്ല. അന്നും പറ്റില്ല, ഇന്നും പറ്റില്ല. അപ്പോൾ ഗർഭിണിയും കൂടി ആയപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ. 7 മാസം ഉണ്ട് എനിക്ക്. അപ്പോൾ വയറങ്ങനെ ഒതുക്കി വെച്ചിട്ട് ആണ് പിന്നെ അഭിനയിക്കുന്നത്. അന്നൊക്കെ ഈ വലിയ വലിയ ഹോട്ടലുകളൊന്നും, ഷൊർണൂര് ആണ് ഷൂട്ടിങ്, ഒറ്റപ്പാലം. അവിടെയൊന്നും വലിയ ഹോട്ടലൊന്നും അന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ റൂം അടുത്തടുത്ത്, എനിക്കും അടുത്തടുത്താണ് റൂമുള്ളത്. അന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര ചൂടുണ്ട് ആനി, ഭയങ്കര ചൂടുണ്ട്, ചേച്ചി ഒന്നും വിഷമിക്കട്ടെ, ഞാൻ ശരിയായി തരാമെന്ന് പറഞ്ഞു. അന്ന് ആനിയുടെ കൂടെയുള്ള സ്ത്രീ എവിടെ പോവുക എന്തോ ചെയ്ത്. അപ്പോൾ പറഞ്ഞു നമുക്ക് രണ്ടാവും ഒരുമിച്ച് കിടക്കാമെന്ന് പറഞ്ഞു. എൻ്റെ റൂമിൽ ഞങ്ങൾ ഒരുമിച്ച് കിടക്കുകയാണ്. പറഞ്ഞു പേടിക്ക് തണുപ്പാണോ വേണ്ട രാത്രി? ഞാൻ പറഞ്ഞ ആ തണുപ്പ് വേണമെങ്കിൽ AC ഒന്നും ഇല്ലല്ലോ നമുക്ക് ഇവിടെ, ഇതൊന്നും തുറന്നിടാനും പറ്റില്ല, ജനലൊന്നും, കൊതുക് കാത്ത് വരും, എന്ത് ചെയ്യും? ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ചേച്ചി ആ കട്ടിൽ കയറി ഇരുന്നോ പറഞ്ഞു. അങ്ങനെ കട്ടിൽ കയറിന്ന് ഒരു ബക്കറ്റ് കൊണ്ട് പോയിട്ട് ഫുള്ള് വെള്ളം നിറച്ചു, നിലത്ത് ഫുള്ള് വെള്ളം. അപ്പൊ ഞങ്ങള് ഫാൻ ഇട്ടപ്പോ നല്ല സുഖം. കാരണം വെച്ചാൽ ഈ താഴെന്നില്ല തണുപ്പ് മുകളിലേക്ക് വരും. ഒരു 1 മണി 2 മണി ആയിട്ടുണ്ടാവും. എൻ്റെ കാലെല്ലാം കൂടി വലിച്ച, അയ്യോ എന്റെ കാലിൽ മസിൽ പിടിക്കില്ലേ, ഗർഭിണിയും കൂടിയല്ലേ. ഞാൻ കരച്ചിലോട് കരച്ചിൽ നോക്കുന്ന സമയത്ത് ഇതിന്റെ പ്രശ്നമാണ് എനിക്ക്. ആദ്യം എപ്പോ ആനിയെ പറയുന്ന പോലെ. ശരി, ഇനി അടുത്ത ആരാണ് നോക്കാം. ഇന്നസെന്റ് അങ്കിള്. ഇന്നസെന്റ് ഏട്ടൻ എന്നെ കാണുമ്പോ എനിക്ക് ഈ ഗോഡ് ഫാദർ തന്നെ ഓർമ്മ വരുന്നു. ആടി. കാരണം ഇന്നസെന്റ് ഏട്ടനാണ് ആ സിനിമയിൽ വന്നിട്ട്, ഇന്നസെന്റ് ഏട്ടനാണ് വന്ന് എന്നെ അടിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ പറയുന്നുണ്ട്, പെണ്ണിന്റെ ചൂടറിയുന്നത് ആരുണ്ടടാ ഇവിടെ ചോദിക്കുമ്പോ അടിക്കുന്ന ഇന്നസെന്റ് ഏട്ടനാണ്. അപ്പൊ കല്യാണം കഴിച്ച ആൾ ആ ഗ്രൂപ്പിൽ ഇന്നസെന്റ് ഏട്ടനാണ്, നമുക്ക് മനസ്സിലാവില്ല. സിനിമ കഴിയുമ്പോഴാണ്. അപ്പൊ ആദ്യമായിട്ട് ഇന്നസെന്റ് ഏട്ടൻ എനിക്ക് ഓർമ്മ വരുന്നത് ഗോഡ് ഫാദർ ആണ്. അതെ, ശരി, ഇനി അടുത്ത ആരാണ് നോക്കാം. തിലകൻ ചേട്ടൻ. തിലകൻ ചേട്ടനാണ് ശരിക്കും പറഞ്ഞ മീനത്തിൽ താലികെട്ടൊക്കെ തിലകൻ ചേട്ടൻ്റെ കൂടെ നല്ല റോളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും നമുക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ ഒരാളില്ല എന്ന് തന്നെ പറയുന്നത് തിലകൻ ചേട്ടനാണ്. അപ്പോൾ തിലകൻ ചേട്ടനാണ് അഭിനയത്തിൻ്റെ ചില കാര്യങ്ങൾ, നമുക്ക് നാടകം പോലെയല്ലോ സിനിമ. അപ്പോൾ തിലകൻ ചേട്ടൻ ചില ടിപ്പുകൾ പറഞ്ഞിരുന്നു നമുക്ക്. എങ്ങനെയാ വെച്ചാൽ, നമ്മൾ ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ റിയാക്ഷനാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയും. ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അഭിനയം, അതിൻ്റെ ഇടയിൽ വരുന്ന റിയാക്ഷനാണ് ഏറ്റവും പ്രാധാന്യം. അപ്പോൾ നമുക്കൊരാളോട് വെറുപ്പുണ്ടെങ്കിൽ അയാളോട് സംസാരിക്കാനുള്ള മനസ്സിൽ പറയണം ആദ്യം എന്ന് പറയും. മനസ്സിൽ നമ്മളത് പറയാം, അപ്പൊ നമ്മളെ മുഖത്തത് വരും എന്ന് പറയും. അപ്പൊ നമുക്ക് ഡയലോഗ്സ് ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സ് സംസാരിക്കണം. അത് ഭയങ്കര ഒരു ഇതാണ്. അപ്പൊ അത് തിലകൻ ചേട്ടനാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ ചില പൊടിക്കൈകൾ, പൊടി വിദ്യകൾ അല്ലെ അഭിനയത്തിൽ പറഞ്ഞു തന്ന ഒരു ഗുരു സ്ഥാനം തന്നെ. തീർച്ചയായിട്ടും. ഇനി അടുത്തത് നോക്കാം. ലളിത ചേച്ചിയെ പറ്റി പിന്നെ പറയേണ്ട കാര്യമില്ല. ശരിക്കും നമ്മൾ ഇവരെയൊക്കെ കണ്ടിട്ടാണ് ശരിക്കും അമ്മ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇവരെ മാറ്റി നിർത്താൻ ഇപ്പോഴും ആളില്ല. ചേച്ചിയുടെ ആ ഒരു ഗ്യാപ്പ് അതുപോലെ കിടക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു ദിവസം വീട്ടില് ലളിത ചേച്ചി വന്നു, ചേച്ചിയുടെ വീട്ടിൽ വന്നു. ദേഷ്യക്കാരിയാണല്ലോ, ഭയങ്കര ദേഷ്യക്കാരിയല്ലേ ലളിത ചേച്ചി. അപ്പോൾ വീട്ടിലൊരിക്കൽ വന്ന സമയത്ത് കുറേ വർഷം മുമ്പ് കേട്ടോ. അപ്പം ഞാനൊക്കെ സിനിമയിലൊക്കെ കുറച്ചൊക്കെ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ എന്നെ വലിയ കാര്യമായിരുന്നു. അപ്പോൾ എറണാകുളത്ത് വന്ന സമയത്ത് പിന്നെ വീട്ടിൽ വന്നപ്പോൾ ചേച്ചിക്ക് അന്ന് ഫ്ലൈറ്റിൽ പോവുകയും വേണം, വൈകുന്നേരത്തെ ഫ്ലൈറ്റിനായിട്ട് പോകണം. വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചേച്ചി വന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും മേടിക്കാറ് വണ്ടി എടുത്തിട്ട് പോയി. അപ്പോൾ ചേച്ചിൻ്റെ ബാഗ് വണ്ടിയിലായിരുന്നു. കുറച്ച് കുറേ കഴിഞ്ഞിട്ടും ആളെ കാണുന്നില്ല. എറണാകുളത്തിലെ ട്രാഫിക് അല്ലേ. വന്നപ്പോഴത്തേക്ക് എവിടെ അയ്യോ എനിക്ക് പോകാൻ സമയം ഇറങ്ങട്ടെ എന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇല്ലല്ല, അനിൽ പുറത്തു പോയിട്ടുണ്ട്, ഇപ്പോൾ വരും. ചേച്ചിക്ക് അങ്ങ് ദേഷ്യം പിടിച്ചില്ലേ, ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ വന്നതാണോ അത് എന്നൊക്കെ ഭയങ്കര വച്ചിട്ടു. ചേച്ചിയെ നമുക്ക് ഇതുപോലെ ഭയങ്കര ഒരു പെട്ടെന്ന് ദേഷ്യപ്പെടുമെങ്കിൽ അതേപോലെ തന്നെ ദേഷ്യം പോയിട്ട് നമ്മളെ വന്ന് ആശ്വസിപ്പിക്കും. ഭയങ്കര നല്ലൊരു സ്ത്രീയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അത് വല്ലാത്ത എനിക്ക് ഷോക്കായത് ചേച്ചിൻ്റെയൊക്കെ മരണമാണ്. നമുക്ക് അതുപോലെ കൽപ്പനൻ്റെ ആണെങ്കിലും ലളിത ചേച്ചി,
മണി ഇവരൊന്നും നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിച്ചിട്ടില്ല. അതെ അതെ അത് ഉൾക്കൊള്ളാനേ പറ്റിയിട്ടില്ല അതെ എനിക്ക്. അതെ അതെ അതെ. അവിടെ പോയി മരിച്ചിട്ടും കാണുമ്പോൾ നമുക്കത് അങ്ങോട്ട് നോക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. നഷ്ടം തന്നെ എപ്പോഴും. യെസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറയുന്ന സെഗ്മെന്റ് അവസാനിച്ചിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് നല്ല, അതായത് ആനി ചേച്ചിയുടെ ഓർമ്മയൊക്കെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കഥയായി പോയി അല്ലേ? നമ്മളെപ്പോഴും വേറെ കഥകളൊക്കെയാണ് മനസ്സിൽ വരിക, പക്ഷെ അതൊരു അടിപൊളി ഞാൻ ഒരിക്കലും മറക്കാത്തതാണ് ആനി.